വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ. അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ചെറിയൊരു അപ്ഡേറ്റ് വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതായത് ചില NHS ട്രസ്റ്റുകളൊക്കെ ഇപ്പോൾ വീണ്ടും റിക്രൂട്ട്മെന്റ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. റോയൽ ഫ്രീ ലണ്ടൻ എന്ന് പറയുന്ന ഹോസ്പിറ്റൽ റിക്രൂട്ട്മെന്റ് തുടങ്ങിയിട്ടുണ്ട്. മെഡിക്കൽ സർജിക്കൽ ഡിപ്പാർട്ട്മെന്റിലോട്ടാണ് നഴ്സസിനെ ഇപ്പോൾ വിളിച്ചിരിക്കുന്നത്. അതായത് അറ്റ്ലീസ്റ്റ് ഒരു 12 മന്ത് എക്സ്പീരിയൻസ് എങ്കിലും ഉണ്ടായിരിക്കണം ഈ പറയുന്ന മെഡ് സർജ് ഡിപ്പാർട്ട്മെന്റിൽ, എങ്കിലാണ് നമുക്കിത് അപ്ലൈ ചെയ്യാൻ പറ്റുക. അപ്പോൾ ഈ വേക്കൻസി ഓപ്പൺ ആയിരിക്കുന്നത് കോവിക് ഇന്റർനാഷണൽ റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്ന ഒരു ഏജൻസിയിലൂടെയാണ്. അപ്പോൾ ഈ ഒരു വേക്കൻസിയുടെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ നമുക്ക് നോക്കാം. അതായത് നമുക്ക് ലിസ്റ്റ് നമ്മൾ എലിജിബിൾ ആയിരിക്കണം NMCയിലോട്ട് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ നോൺ യൂറോപ്യൻ യൂണിയൻ ട്രെയിൻഡ് ആയിട്ടുള്ള നഴ്സസ് എന്ന് വെച്ചാൽ ഇന്ത്യൻ നഴ്സസ്, ഇന്ത്യയിലുള്ള നഴ്സസിനൊക്കെ തന്നെ അപ്ലൈ ചെയ്യാവുന്നതാണ്. മിനിമം 12 മന്ത് എക്സ്പീരിയൻസ് അക്യൂട്ട് ഹോസ്പിറ്റൽ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. UK NMCയുടെ റിക്വയർമെന്റ് ആയ IELTS അല്ലെങ്കിൽ OET സ്കോർ ഉണ്ടായിരിക്കണം. അതായത് റൈറ്റിംഗിൽ C+ അല്ലെങ്കിൽ 6.5 സ്കോറും ബാക്കി മൂന്നിലും B ബാൻഡുമാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇതാണ് ഈ ഒരു എലിജിബിലിറ്റി ക്രൈറ്റീരിയയിൽ പറയുന്നത്. ഇനി നമുക്ക് എന്തൊക്കെയാണ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്ന ബെനിഫിറ്റ്സ് എന്ന് നമുക്ക് നോക്കാം. നമുക്ക് പ്രീ OSCE സാലറി ആയിട്ട് 31,000 പൗണ്ട്സ് ആണ് ആനുവലി വരുന്നത്. അതുപോലെ ബാൻഡ് 5 മാറുമ്പോഴേക്കും ഒരു 35,964 തൊട്ട് 43,780 പെർ ആനം ആണ് നമുക്ക് വരുന്ന ഒരു സാലറി എന്ന് പറയുന്നത്. നല്ലൊരു റീലൊക്കേഷൻ പാക്കേജ് അവർ തരുന്നുണ്ട്. അതായത് ഫ്ലൈറ്റ് ടിക്കറ്റിന് അപ് ടു 1,000 പൗണ്ട്സ് റീഫണ്ട് തരുന്നുണ്ട്. അതുപോലെ തന്നെ IELTS അല്ലെങ്കിൽ OETയുടെ ഫീ ഒരു 200 പൗണ്ട്സ് റീഫണ്ട് തരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ NMC ആപ്ലിക്കേഷൻ ഫീ, CBTയുടെ ഫീ, അതുപോലെ തന്നെ ഇതൊക്കെ തന്നെ റീഫണ്ട് തരുന്നുണ്ട്. പിന്നെ നമ്മുടെ സ്റ്റാൻഡേർഡ് വിസയുടെ ഫീയും നമുക്ക് റീഫണ്ട് തരുന്നുണ്ട്. ഫ്രീ ആയിട്ട് OSCE ട്രെയിനിങ് തരുന്നുണ്ട്. അതുപോലെ തന്നെ ഫസ്റ്റ് OSCEയുടെ ഫീയും അവർ തന്നെയാണ് പേ ചെയ്യുന്നത്. ഒരു 794 പൗണ്ട്സ് ആണ്. ഇതൊക്കെയാണ് ഇവർ മെയിനായിട്ട് കൊടുക്കുന്ന റീലൊക്കേഷൻ ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത്. റോയൽ ഫ്രീ ലണ്ടൻ NHS ട്രസ്റ്റിന്റെ മെയിനായിട്ടുള്ള 2 ഹോസ്പിറ്റലുകളാണ് ഹാംസ്റ്റീഡിലും ബാർണറ്റിലും വരുന്നത്. അപ്പോൾ ഈ ഒരു 2 സ്ഥലത്തിലേക്കായിരിക്കും നമുക്ക് ഡിപ്ലോയ്മെന്റ് കിട്ടുക കേട്ടോ, ഈ ഒരു ഇന്റർവ്യൂ ക്ലിയർ ആവുകയാണെങ്കിൽ. പിന്നെ അതുപോലെ തന്നെ ഇന്റർവ്യൂസ് എന്നാണ് അതിന്റെ ഡേറ്റ് ഒന്നും വന്നിട്ടില്ല, ഡേറ്റ് കൊടുത്തിട്ടില്ല. പക്ഷേ ഈ ഒരു വേക്കൻസി ഓപ്പൺ ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഒന്നുകിൽ ഈ ഒരു സൈറ്റിലോട്ട് പോയിട്ട് അത് വഴിയിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാം. നമ്മുടെ CV, നമ്മുടെ കവർ ലെറ്ററൊക്കെ ഡീറ്റെയിൽസൊക്കെ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ ഞാനൊരു മെയിൽ, ഈ ഒരു വീഡിയോയുടെ താഴെയായിട്ട് തന്നെ ഒരു മെയിൽ കാണിക്കുന്നുണ്ട്. ഇല്ലെങ്കിൽ ഈ ഒരു മെയിലിലോട്ട് നിങ്ങളുടെ CV അല്ലെങ്കിൽ IELTS, OET, അതുപോലെ തന്നെ CBTയുടെ പാസ്പോർട്ട്, ഇങ്ങനത്തെ കുറച്ച് ഡോക്യുമെൻറ്റ്സ് ഒക്കെ അവർക്ക് അയച്ചു കൊടുക്കുക. അപ്പോൾ എന്തായാലും അവർ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ റിപ്ലൈ എന്തായാലും വരുന്നതായിരിക്കും കേട്ടോ. അടുത്തൊരു വേക്കൻസി വിളിച്ചിരിക്കുന്നത് നോർത്താംപ്ടൺഷെയർ ഹെൽത്ത് കെയർ NHS ട്രസ്റ്റ് ആണ്. അപ്പോൾ ഈ ഒരു ട്രസ്റ്റിലേക്ക് വിളിച്ചിരിക്കുന്നത് മെൻ്റൽ ഹെൽത്ത് നഴ്സസിനെയാണ്. അപ്പോൾ എന്താണ് എലിജിബിലിറ്റി ക്രൈറ്റീരിയ നോക്കാം. അറ്റ്ലീസ്റ്റ് ഒരു 18 മാസം എക്സ്പീരിയൻസ് എങ്കിലും മെൻ്റൽ ഹെൽത്ത് നഴ്സിംഗിലും ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ CBT അല്ലെങ്കിൽ IELTSൽ ഡിസൈഡ് ആയിട്ടുള്ള UK NMC സ്കോർ ഉണ്ടായിരിക്കണം. അപ്പോൾ ഈ ഒരു വേക്കൻസിക്ക് അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ഈ വരുന്ന ഡിസംബർ 20 ബാക്കി എന്നാണ് ഇൻ്റർവ്യൂ, അതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽസ് ഒന്നും നമുക്ക് കൊടുത്തിട്ടില്ല. അപ്പോൾ ഈ ഒരു ഇൻ്റർവ്യൂ വിളിച്ചിരിക്കുന്നത് നമ്മുടെ നോർക്ക റൂട്ട്സ് വഴിയാണ്. അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോയുടെ താഴെയായിട്ട് ഒരു മെയിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു മെയിലിലോട്ട് നിങ്ങളുടെ IELTS അല്ലെങ്കിൽ OETയുടെ സ്കോർ, അതേപോലെ തന്നെ CBTയുടെ സ്കോറും CV ഇതുപോലത്തെ ഡോക്യുമെൻറ്റ്സ് നിങ്ങൾക്ക് അയച്ചു കൊടുക്കാവുന്നതാണ്. ഷോർട്ട് ലിസ്റ്റ് ആവുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും മെയിൽ വരും നോർക്കയുടെ സൈഡിൽ നിന്ന്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഒരു കോളെങ്കിലും വന്നിരിക്കും. അതുപോലെ തന്നെ ഈ ഒരു വേക്കൻസി നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് മെൻ്റൽ ഹെൽത്ത് നഴ്സസിന് മാത്രമാണ്. ഇനി എന്തെങ്കിലും പുതിയ വേക്കൻസികൾ വരുവാണെങ്കിൽ ഞാൻ എന്തായാലും വീഡിയോയിലൂടെ അറിയിക്കുന്നതാണ്. അപ്പോൾ see you on next video. Bye bye.